സ്ത്രീകളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള നടുക്കങ്ങൾ ഇന്നും എൻ്റെ ഒന്നും നെഞ്ചിൽ നിന്ന് പോയിട്ടില്ല. അതായത് ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്ത ഒരു സ്ത്രീ അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നു. പിന്നീട് അവരുടെ അടുത്ത പ്രാവശ്യം വീണ്ടും അവരുമായിട്ട് നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരം കീറി മുറിക്കുന്നു. അവര് പ്രണയിച്ചു എന്നത് സത്യം. അവന് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി സെക്സിൽ ഏർപ്പെട്ടു, അതും സെക്സ് എന്താണെന്നറിയാത്ത വ്യക്തിയുമായിട്ട്. അതാണ് എനിക്ക് വലിയ കോമഡി. സെക്സ് എന്താണെന്നറിയാത്ത വ്യക്തി. ഇപ്പം പരാതി നൽകിയതിൽ രണ്ടാൾ വിവാഹിതരാണല്ലോ, ഒരാൾ വിവാഹിതയുമല്ല. ആ ഒരാളുടെ കേസ് കോടതി അടപടലം മൂഞ്ചിച്ച് ബോക്സിലിട്ടിട്ടുണ്ട്. ആ പരാതിയോട് കൂടി അത് അവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ച പോയിട്ട് ഒരു കേസും പിന്നീട് നടന്നിട്ടുമില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത മൂന്നാമത്തെ കേസാവട്ടെ, പരാതിയാവട്ടെ, ഒന്നാമത്തെ പരാതിയാവട്ടെ, രണ്ടിലും വിവാഹിതരാണല്ലോ രണ്ടുപേരും. ആ പോരാത്തതിന് ഈ രണ്ടുപേരും ഓഫ് കോഴ്സ് 18 വയസ്സിന് മുകളിലുള്ളവരുമാണല്ലോ, അല്ലേ? അപ്പം ഈ ആളുകൾക്ക് സെക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? ഞാനിപ്പോൾ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന പരാതി അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇവർക്ക് സെക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? അത് എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വാഭാവികമായിട്ടും നമ്മൾ രാജ്യത്തിൻ്റെ നിയമപ്രകാരം സ്ത്രീക്ക് പ്രായപൂർത്തിയാവുന്നത് 18 വയസ്സ്, മറ്റൊരാളുടേത് 21 വയസ്സ്, അല്ലെങ്കിൽ 18 വയസ്സ് തന്നെ കൂട്ടാം. ഈ 18 വയസ്സ് പ്രായപൂർത്തിയാകുന്നത് പ്രായം വെച്ചിട്ട് 18 വയസ്സിലാണ് പ്രായപൂർത്തിയാകുന്നത്. പക്ഷേ ഒരു ബയോളജിക്കലി ഒരു വ്യക്തിക്ക് ഈ സെക്സ്, ലൈംഗികത എന്നൊക്കെ പറയുന്നതിനോട് താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എപ്പം മുതലാണ്? ആ വ്യക്തി പ്യൂബേർട്ടി ഹിറ്റ് ചെയ്യുന്ന സമയം മുതൽ. അന്ന് മുതൽ ആ വ്യക്തികൾക്ക് ഈ സെക്സിനോടും ഈ പറയുന്ന ഓപ്പോസിറ്റ് ജെൻഡറിനോടും ഒക്കെ താല്പര്യങ്ങളും ഇത്തരം കാര്യങ്ങളിലുള്ള ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടായി തുടങ്ങും. അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ ആ സമയത്ത് മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. അപ്പോൾ ആ വ്യക്തിക്ക് സെക്സ് അറിയില്ലായിരുന്നു, എന്താണ് സെക്സ് എന്ന് അറിയാത്ത വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഷഹനാസ് പറഞ്ഞ മറ്റൊരു കാര്യം, അത് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ എല്ലാ കണ്ടുമുട്ടലുകളും സെക്സിന് വേണ്ടിയായിരുന്നു. അന്ന് രണ്ടാമത് കണ്ടുമുട്ടിയപ്പോൾ സെക്സ്, ലൈംഗികതയുണ്ടായി, ആ ലൈംഗികതയിൽ കീറി മുറിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ കാഴ്ചകളും ലൈംഗികതയ്ക്ക് വേണ്ടിയായിരുന്നു. ഇനി പരാതി പറഞ്ഞ ആളെ ഒരു കാര്യം നമുക്ക് എടുക്കാം. അതിലെന്താ പറയുന്നത്? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ആളുകൾ രണ്ടാമതും ഹോട്ടൽ മുറികളെടുത്ത് എന്തിനാണ് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് അങ്ങോട്ട് പോയത് എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ ഈ ഷഹനാസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ പരാതിക്കാരിയാണെങ്കിലും ഇനി പറവൂരിൽ നിന്നായാലും ദുബൈയിൽ നിന്നായാലും ഷാർജയിൽ നിന്നായാലും ഒക്കെ കുരച്ചുകൊണ്ടിരിക്കുന്ന വാലാട്ടിപ്പട്ടികളാണെങ്കിലും എല്ലാവർക്കും ഒരേ ഭാഷകളാണ്, ഒരേ സെൻറ്റൻസുകളാണ്, ഒരേ വാക്കുകളാണ്. ആരോ പഠിപ്പിച്ചത് കൊടുത്തതാണ് എന്ന് പറയുകയേയില്ല. മനസ്സിലായില്ലേ? പരാതിയിൽ പറയുന്ന സെൻറ്റൻസുകളും ഈ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നും കുരക്കുന്ന വാലാട്ടിപ്പട്ടികളുടെ സെൻറ്റൻസുകളും വാക്കുകളും വാചകങ്ങളുമൊക്കെ ഒരേ സെയിം വാക്കുകൾ, സെയിം സെൻറ്റൻസുകൾ. ആരോ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് പറയുക പോലും ചെയ്യില്ല. അങ്ങനെയുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പരാതി ഒന്ന് എടുത്തു നോക്കി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇപ്പോൾ ഷഹനാസിൻ്റേതല്ലാത്ത ഈ കുരക്കുന്ന, പറവൂരിൽ നിന്ന് കുരക്കുന്ന അല്ലെങ്കിൽ ഷാർജയിൽ നിന്ന് കുരക്കുന്ന മറ്റാളുകളുണ്ടല്ലോ, അവരുടെ വാക്കുകളൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാത്തിലും ഒരേ രീതിയാണ്. എന്താ കാര്യം? ഒരാൾ പഠിപ്പിച്ചു കൊടുത്തതാണ്, ഒരാൾ പറഞ്ഞു കൊടുത്തതാണ്, ഇങ്ങനെയൊക്കെ പറയണം, ഇന്ന പോലെയൊക്കെ പറയണം, അതുപോലെയൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു കൊടുത്തത്. കാരണം രാഹുലിനെ ക്രൂരനാക്കണമല്ലോ, രാഹുലിന് ലൈംഗിക വൈകൃതം ഉള്ളവനാക്കണമല്ലോ, രാഹുലിനെ ഡോക്ടറെ കാണിക്കണമല്ലോ. പക്ഷേ ഈ ഡോക്ടറെ കാണിക്കണം എന്ന് പറയപ്പെടുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട്
ഇവർ നിലമ്പൂർ പോയിട്ടുണ്ട്, പാലക്കാട്ടെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഇനി ദുബൈയിലേക്ക് വിളിച്ചിട്ടുണ്ട്, അമ്മയുടെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അന്നൊക്കെ രാഹുലിനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒന്ന് ഡോക്ടറെ കാണിക്കാമായിരുന്നില്ലേ? അത് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ അതെന്താ പറയുമോ, കുറച്ചുകൂടി ഈ അശ്ലീല ചുവയുള്ള രീതിയിലായിപ്പോവും. അശ്ലീല ചുവ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്ക് ലൈംഗികത പറയുന്ന കൂട്ടത്തിലായി പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം ഒരു പരിധി വിട്ട് അതിനകത്തേക്ക് കയറി ചെല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു അജണ്ട, ഞാനിതൊക്കെ പറഞ്ഞതും നിങ്ങളെ ഇത് കേൾപ്പിച്ചതും എന്തിനാന്ന് പറഞ്ഞാൽ, ഒരു വലിയ സംഘത്തിലെ കണ്ണിയാണ് ഈ ഷഹനാസ് അടക്കമുള്ള റിനി ജാൻ ജോർജും അതുപോലെ ഹണി ഭാസ്കരനും ഒക്കെ അടങ്ങുന്ന സംഘം എന്ന് പറയുന്നത് ഒരു വലിയ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അവരിത് കാലങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ആ കാലങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? രാഹുലിനെ ഇപ്പോൾ ഒരു കേസ് കൊണ്ട് രാഹുലിനെ തളർത്താൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. അതിന് കാരണങ്ങളുണ്ട്. അതിന് കാരണങ്ങൾ എന്താ? ഈ കേസുകളിൽ എവിടെയും, പരാതികളിൽ പറയുന്നത് പോലെ എവിടെയും ബലാത്സംഗമോ പീഡനമോ ക്രൂരതയോ മർദ്ദനമോ തുപ്പലോ അടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരാതികളൊക്കെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പരാതികളൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്താണ് ലക്ഷ്യം? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ, അയാളെ താറടിച്ച് അധിക്ഷേപിച്ച് വ്യക്തിഹത്യ നടത്തി അയാളെ നാണം കെടുത്തണം. അതോടൊപ്പം അയാളെ ഒരു ക്രൂരനാക്കി മാറ്റുകയും വേണം. എന്തിനാ ക്രൂരനാക്കി മാറ്റുന്നത്? അതിന് പിന്നിൽ വലിയ ഒരു പദ്ധതി പിന്നിൽ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവരുത്. അയാൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്, വലിയ ജനപിന്തുണയുണ്ട്. ഈ ജനപിന്തുണയും സ്വീകാര്യതയും ഒക്കെ തകർക്കണം. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അയാൾക്ക് ഒരു ക്രൂരൻ്റെ വേഷം ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്? രാഹുലിന് ലൈംഗിക വൈകൃത, അയാൾ ഡോക്ടറെ കാണിക്കണം. ഷഹനാസിൻ്റെ വാക്കുകൾ എപ്പം നോക്കിക്കോ നിങ്ങൾ. അത് കഴിഞ്ഞ ഷഹനാസ് പറയുന്നത് എന്താ? കീറി മുറിച്ചു. അങ്ങനെ പല രീതിയിലുള്ള ഒരു ക്രിമിനൽ ക്രൂവാലിറ്റി അയാളിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഈ പരാതിയുടെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ലക്ഷ്യം രാഹുൽ ഒരിക്കലും അയാൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം അയാളെ വീഴ്ത്തണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നത്. അവിടെയും ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഏപ്രിൽ 8 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 8 കഴിഞ്ഞ് 14 10,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. 10,000 രൂപ മാത്രമല്ല, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെരുപ്പും ഷാമ്പും അവർ പറയുന്നത് വെച്ച് അംഗീകരിച്ചാൽ പോലും ഗിഫ്റ്റുകൾ അത്രയും കൊടുക്കുന്നു, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു, വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. മനസ്സിലായില്ലേ? വിദേശത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരുമിച്ച് താമസിക്കുന്നു. ഇതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരാൾ ചെയ്തതോ, വിത്തിൻ 24 hours ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പാലക്കാട് പോയി ഇയാളെ കാണുന്നു, നിലമ്പൂർ ചെന്ന് ഇയാളെ കാണുന്നു, അമ്മയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ച് ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, നിങ്ങളൊന്ന് വിഷ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ എവിടെയും ഈ ക്രൂവാലിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ സെക്സ് ഉണ്ടായിട്ടുണ്ട്, വ്യഭിചാരമുണ്ടായിട്ടുണ്ട്, അവിഹിതമുണ്ടായിട്ടുണ്ട്. അതിനപ്പുറം പീഡനമുണ്ടായിട്ടില്ല, ബലാത്സംഗം ഉണ്ടായിട്ടില്ല, മിസ്ബിഹേവ് ഉണ്ടായിട്ടില്ല, ബാഡ് ടച്ച് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊരു കാര്യം. ഇനി ഷഹനാസിൻ്റെ കാര്യം എന്നെടുത്ത് നോക്ക്. 2020 ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു എന്നാണ് ഷഹനാസ് പറയുന്നത്. 2020 ഈ 2020 ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ നിരന്തരമായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുമോദനങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും ഒന്നിനും എല്ലാം പോരാഞ്ഞിട്ട് മാക്സിമം രാഹുൽ എവിടെയുണ്ടോ അവിടെ ചെന്ന് രാഹുലുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഷഹനാസ് ഏറ്റവും ഒടുവിൽ രാഹുലിനെ ചെന്ന് കണ്ടത് 2025 ജൂൺ 12 നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ചത്. മനസ്സിലായില്ലേ? അതേ 2025 ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ദുബൈയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഇത്രയും ക്രൂരനായ ഒരു വ്യക്തിയെ എന്തിനാണ് ഇവർ നിരന്തരമായി ബന്ധപ്പെടുകയും
നിരന്തരമായി കണക്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയും നിരന്തരമായി അയാൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹങ്ങളും ഒക്കെ വാരിക്കോരി നൽകിയതും ആ ബന്ധം തുടർന്നു കൊണ്ടിരുന്നതും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അന്നൊന്നും നിങ്ങൾക്കാർക്കും ഈ ക്രൂവാലിറ്റി, ഈ ക്രൂരത, ഈ വൈകൃതം ഇതൊന്നും നിങ്ങൾക്കാർക്കും ബോധ്യമുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് പോലും ഉണ്ടായില്ലേ? ഈ പറയുന്ന ആളുകളൊക്കെ എല്ലാവരും ആദ്യ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് 24 മണിക്കൂറിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകൾ അത് കഴിഞ്ഞു നിരന്തരമായി രാഹുൽ മാങ്കൂട്ടവുമായുള്ള സമ്പർക്കം തുടരുകയായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ എപ്പോഴാണ് രാഹുൽ ക്രൂരനായത്? എപ്പോഴാണ് രാഹുലിന് ലൈംഗിക വൈകൃതമുള്ളവനായത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് 2025 ഓഗസ്റ്റ് 20 ശേഷമാണ്. അതാണ്, അതിൻ്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നതിനൊന്നും മറുപടി ആരുടെ വായിൽ നിന്നും പുറത്തു വരുന്നതും കേൾക്കാനില്ല. മനസ്സിലായില്ലേ? കാരണം എന്താ? ഇതൊക്കെ ആരുടെയൊക്കെയോ അജണ്ടകൾക്കനുസരിച്ച് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചതനുസരിച്ച് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.